വേഗം വന്നിട്ടാ സംഗതി കുഴപ്പം എന്തുട്ടാന്ന് കാര്യം സംഗതി ലൈവാണ് ബൈ. ലൈഫിലെ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഡോക്ടർ റോബിൻ ഇപ്പോ? എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഞാൻ എനിക്ക് എന്തൊക്കെ ഉണ്ട് അതിൽ സാറ്റിസ്ഫൈഡ്. ഇതൊന്നും നേടാനില്ല. എന്നെ കൊണ്ട് തോറ്റു. അങ്ങനെ എനിക്ക് എന്തൊക്കെയുണ്ടോ അതിൽ ഞാൻ ഹാപ്പിയാ. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ, നല്ല കാര്യം. എനിക്ക് ഇനി എന്തൊക്കെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയാല്ലേ? ഉള്ളതുകൊണ്ട് ഓണം പോലെ അല്ലേ. അങ്ങനെ വഴിക്ക് വാ. ഇനി എന്തൊക്കെ കിട്ടിയാലും അതെനിക്ക് ബോണസാ. ഞാൻ സൂപ്പർ ഹാപ്പി, അത്രേ ഉള്ളൂ. വെറുതെ അവന്റെ ആത്മവിശ്വാസം കിടത്തല്ലേ. നീ ആ കയ്യങ്ങട് തന്നെ ഒന്നിനും പ്രതികരിക്കാത്തതിന് 100-ൽ 100 മാർക്കാ നിനക്ക്. ഇപ്പൊ റോബിനെ നമ്മൾ ഒരുപാട് കാലങ്ങൾ കേട്ടതാണ്. റോബിന്റെ ഈ സിനിമ ആഗ്രഹം നമുക്കറിയാം. ലാലേട്ടൻ പോലും പോസ്റ്റർ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അല്ല, ഞാൻ ഇടയ്ക്കൊന്നൊന്ന് മുങ്ങിയതാണ്. മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വ്യക്തമായിട്ട്, കാരണം എനിക്ക് ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം ഈ നിയമസഭയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 4 വർഷം വെയിറ്റ് ചെയ്യണം. അപ്പൊ 4 വർഷം കൊണ്ട് എന്നെ മറന്നു പോകുന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിയാണല്ലോ. എന്നാലും ഒരു തെറ്റിദ്ധരിച്ചു. ആ ചിന്ത മാറാനും ഇതിലേക്ക് വരാൻ വേണ്ടി ഇടയ്ക്ക് ഒരു സിനിമയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഫെമിലിയർ ആയിട്ടും. കന്നഡത്തിൽ ഇങ്ങനെ ഒരുപാട് തമാശകൾ. സത്യം പറയാൻ എനിക്ക് അതിന്റെ ആവശ്യം വന്നില്ല. വിതക്കില്ല, കൊയ്യാൻ നടക്ക. ഉഴപ്പരുത് പയ്യ, ഉഴപ്പരുത്. ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മുടെ വിത്ത് ഓൾ റെസ്പെക്ട് ആറാട്ടണ്ണനോ അല്ലെങ്കിൽ പറഞ്ഞ അരുൺ ജോസ് പെരേരയ്ക്കൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ, അവരെ കൊണ്ട് ഒരു റോളിൽ അഭിനയിക്കാൻ അവർക്ക് ഒരു ചാൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാന്നേ ഉള്ളൂ, എന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ചാൻസ് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാന്നുള്ളൂ. അതെ ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവരണേ. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? നൈസായിട്ടങ്ങ് സ്ലിപ്പ് ആയല്ലേ. ഞാനത് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആഗ്രഹം ഇതായിരുന്നു. അല്ല സാറ് വലിയ മനുഷ്യൻ. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? അത് കള്ളം പറയുന്നതിന് അങ്ങനെ സമയമൊന്നുമില്ലല്ലോ. അല്ല, പെട്ടെന്ന് ഒരു ദിവസം ഞാൻ വന്നിട്ട് ഇതിൽ പൊട്ടിമുളച്ച് ഇതിൽ വന്നതല്ല. തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ.